ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നാത്ത് യത്ബഉൽ മന്നൂത്ത്, നാത്ത് മന്നൂത്തിനെ പിൻപറ്റും. നാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, മന്നൂത്ത് എന്ന് പറഞ്ഞാൽ വിശേഷിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ മൃഗം. അപ്പോൾ ഇനി എക്സസൈസിലേക്ക് പോവാണ്. തമാരീനു, എക്സസൈസസ്. ഇഖ്റ വക്തു, വായിക്കുക, എഴുതുകയും ചെയ്യുക. അപ്പോൾ എഴുതാൻ സാധിക്കുന്നവർ എഴുതുകയും ചെയ്താലേ ശരിയായ രീതിയിലുള്ള പഠനം നടക്കുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത്, മുഹമ്മദുൻ ത്വാലിബുൻ ഖദീമുൻ. പഴയ വിദ്യാർത്ഥിയാണ് മുഹമ്മദ്. ഖദീം എന്ന് പറഞ്ഞാൽ പഴയത്, ജദീദിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം മുഹമ്മദുൻ ത്വാലിബുൻ അത്രയും നമുക്കറിയാം, ഇതുവരെ പഠിച്ചത്. മുഹമ്മദുൻ ത്വാലിബുൻ, മുഹമ്മദുൻ മുബ്തദഉൻ മർഫൂൻ, ത്വാലിബുൻ ഖബറുൻ മർഫൂൻ. ഖദീമുൻ, ആ ത്വാലിബിനെ വിശേഷിപ്പിക്കുക. ഖദീമുൻ പഴയ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഖദീമുൻ പഴയതാണ്, നാത്ത്. അതിൻ്റെ മന്നൂത്ത് ഏതാ? ത്വാലിബുൻ. അപ്പോൾ ത്വാലിബുൻ മുസക്കറായതുകൊണ്ട് ഖദീമുനും മുസക്കറായി, ഖദീമത്തൊന്നും എഴുതാൻ പറ്റില്ല. ത്വാലിബുൻ ഏകവചനായതുകൊണ്ട് ഖദീമുനും ഏകവചനായി. ത്വാലിബുൻ മർഫൂ ആണ് അല്ലേ, ഒറ്റ വാക്കിൽ വരുന്ന നക്കീറ മർഫൂ ആണ്. ഖബർ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കീറയാണ്, മർഫൂ ആണ്. അപ്പോൾ ഖദീമുനും മർഫൂ ആയി. പിന്നെ ഒറ്റ വാക്കിൽ വരുന്ന ഖബറിന് അലിഫ്ലാം ഉണ്ടാവില്ല, അപ്പോൾ നക്കീറയാണ്. അപ്പോൾ ഖദീമുനും അലിഫ്ലാം ഇടാൻ പാടില്ല, നക്കീറയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും നമ്മൾ നാത്ത് മന്നൂത്തിനെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. അദാലിക്കർ റജുലു മുദർരിസുൻ ജദീദുൻ. അദാലിക്കർ റജുലു, ആ ആണോ? ദാലിക്ക ഇസ്മു ഇഷാര, ആ ദാലിക്കൊക്കെ ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നു, റജുല്. അപ്പോൾ ആ പുരുഷൻ, ഓക്കെ, ആ പുരുഷനാണോ? മുദർരിസുൻ ജദീദുൻ, പുതിയ അധ്യാപകൻ. ആ പുരുഷൻ പുതിയ അധ്യാപകനാണോ? അപ്പം എന്താ ആൻസർ പറഞ്ഞത്? ല ഹുവ തബീബുൻ ജദീദുൻ. അല്ല, അദ്ദേഹം, അവൻ പുതിയ ഡോക്ടറാണ്. അപ്പോൾ ലാ ഹർഫു നഫി, ഹുവ മുബ്തദഉൻ മർഫൂൻ, തബീബുൻ ഖബറുൻ മർഫൂൻ. ജദീദുൻ എന്താ? നാത്ത്, വിശേഷണം. ആ ഡോക്ടർ വിശേഷിപ്പിക്കുക. അപ്പോൾ ജദീദുൻ നാത്ത്. അപ്പോൾ തബീബുൻ മന്നൂത്ത്. അപ്പോൾ തബീബിൻ്റെ 4 വിഷയങ്ങളും ജദീദിന് വരണം. കാരണം അന്നാത്ത് യത്ബഉൽ മന്നൂത്ത്, നാത്ത് മന്നൂത്തിനെ പിൻപറ്റും 4 കാര്യങ്ങളിൽ. അപ്പോൾ തബീബുൻ മർഫൂൻ, ജദീദുൻ മർഫൂൻ, തബീബുൻ മുസക്കറുൻ, ജദീദുൻ മുസക്കറുൻ, തബീബുൻ ഏകവചനം, ജദീദുൻ ഏകവചനം, തബീബിന് അലിഫ്ലാം ഇല്ല, ജദീദിനും അലിഫ്ലാം ഇല്ല. ഹാദാ ദർസുൻ സഹലുൻ, ഇത് എളുപ്പമുള്ള പാഠാണ്. ഹാദാ ദർസുൻ സഹലുൻ, സഹലുൻ എളുപ്പം. അപ്പോൾ പാഠത്തെ വിശേഷിപ്പിക്കുക, എളുപ്പം. അപ്പോൾ സഹലുനാണ് നാത്ത്. അപ്പോൾ ഹാദാ മുബ്തദഉൻ മർഫൂൻ, ദർസുൻ ഖബറുൻ മർഫൂൻ, സഹലുൻ നാത്ത്. ബാക്കി 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അബ്ബാസുൻ താജിറുൻ ഷഹീറുൻ. അബ്ബാസ് പ്രസിദ്ധനായ കച്ചവടക്കാരനാണ്. ഷഹീർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധൻ, മഷ്ഹൂർ, പ്രസിദ്ധമായ. അപ്പോൾ അബ്ബാസുൻ മുബ്തദഉൻ മർഫൂൻ, താജിറുൻ ഖബറുൻ മർഫൂൻ, ഷഹീറുൻ നാത്ത്. ഷഹീറുനാണ് നാത്ത്. അപ്പോൾ താജിറുൻ മന്നൂത്ത്. അപ്പോൾ താജിറുൻ മുദക്കർ, ഷഹീറുൻ മുസക്കർ. താജിറുൻ മുഫ്രദ്, ഷഹീറുൻ മുഫ്രദ്. താജിറുൻ മർഫൂ, ഷഹീറുൻ മർഫൂ. താജിറുൻ നക്കിറ, ഷഹീറുൻ നക്കിറ. ബിലാലുൻ മുഹന്ദിസുൻ കബീറുൻ. വലിയ എഞ്ചിനീയറാണ് ബിലാൽ. അപ്പോൾ എഞ്ചിനീയറിനെ വിശേഷിപ്പിക്കുന്നത് വലിയത്, കബീർ. അപ്പോൾ കബീറാണ് നാത്ത്. അപ്പോൾ ബിലാലുൻ മുബ്തദഉൻ മർഫൂൻ, മുഹന്ദിസുൻ ഖബറുൻ മർഫൂൻ, കബീറുൻ നാത്ത്. മുഹന്ദിസുൻ മുസക്കർ, കബീറുൻ മുസക്കർ. മുഹന്ദിസുൻ മർഫൂ, കബീറുൻ മർഫൂ. മുഹന്ദിസുൻ നക്കിറ, കബീറുൻ നക്കിറ. മുഹന്ദിസുൻ. അപ്പോൾ ആ 4 കാര്യങ്ങൾ, മർഫൂ ഏകവചനം, മുദക്കർ പുല്ലിംഗം, പിന്നെ നക്കിറ. അൽ ഇംഗ്ലീസിയത്തു ലുഗത്തുൻ സാബത്തുൻ. അൽ ഇംഗ്ലീസിയത്തു ലുഗത്തുൻ സാബത്തുൻ. അപ്പോൾ അൽ ഇംഗ്ലീസിയത്തു മുബ്തദഉൻ മർഫൂൻ, ലുഗത്തുൻ ഖബറുൻ മർഫൂൻ.
പിന്നെ നേരത്തെ നമ്മൾ പഠിച്ചു ലുഗത്തുൻ സ്ത്രീലിംഗ പദമാണ്. അപ്പോൾ സാബത്തിനും എന്താക്കണം, നാത്തും എന്താക്കണം, സ്ത്രീലിംഗാക്കണം. അപ്പോൾ സാബത്തുൻ ആ താ വരണം, സാബെന്ന് പറയാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു ഹാസ ദർസുൻ സഹലുൻ, പാഠം സാബുൻ എന്നാണ് പറയാം. ബുദ്ധിമുട്ടുള്ള പാഠം എന്ന് പറയുന്നത് എങ്ങനെ പറയാം, ഹാസ ദർസുൻ സാബുൻ. കാരണം ദർസ് പുല്ലിംഗായതുകൊണ്ട് സാബുനും പുല്ലിംഗായിരിക്കണം. ദർസ് പുല്ലിംഗായതുകൊണ്ട് സാബുനും പുല്ലിംഗായിരിക്കണം അല്ലേ. ഇവിടെ നമ്മൾ ഹാസ ദർസുൻ സഹലുൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ള പാഠം എങ്ങനെ പറയാം, ഹാസ ദർസുൻ സാബുൻ. പക്ഷെ ഇവിടെ ലുഗത്തുൻ പെണ്ണായതുകൊണ്ട് സ്ത്രീലിംഗായതുകൊണ്ട് സാബുൻ എന്ന് പറയുമോ, ഇല്ല, സാബത്തുൻ, സാബത്തുൻ. അപ്പോൾ അതാണ് നാത്ത് യത്ബഉൽ മന്നൂത്ത് എന്ന് പറഞ്ഞാൽ. സ്ത്രീലിംഗായോ മന്നൂത്ത്, നാത്തും സ്ത്രീലിംഗം ആക്കണം, നാത്തും സ്ത്രീലിംഗം ആക്കണം. അപ്പോൾ അൽ ഇംഗ്ലീസിയത്തു ലുഗത്തുൻ സാബത്തുൻ, ഹാസ ദർസുൻ സാബുൻ. വ്യത്യാസം മനസ്സിലായോ, ഹാസ ദർസുൻ സാബുൻ, അൽ ഇംഗ്ലീസിയത്തു ലുഗത്തുൻ സാബത്തുൻ. അന്ത റജുലുൻ ഗനിയുൻ, പണക്കാരനായ പുരുഷനാണോ നീ. അപ്പോൾ ആ റജുലിനെ വിശേഷിപ്പിക്കുകയാണ് ഗനിയുൻ. ഓക്കെ. അഥവാ ഗനിയുൻ ആണ് നാത്ത്. ല അന റജുലുൻ ഫക്കീറുൻ, അല്ല ഞാൻ ദരിദ്രനായ പുരുഷനാണ്. ല എന്താ ഹർഫു നഫി. അന മുബ്തദഉൻ മർഫൂൻ, റജുലുൻ ഖബറുൻ മർഫൂൻ, ഫക്കീറുൻ നാത്ത്. അപ്പോൾ 4 കാര്യങ്ങളും നാത്ത് യത്ബഉൽ മന്നൂത്ത് ഇവിടെ മനസ്സിലാക്കാം. അൽ കാഹിറത്തു മദീനത്തുൻ കബീറത്തുൻ, വലിയ പട്ടണമാണ് കൈറോ. അൽ കാഹിറത്തു എന്ന് പറഞ്ഞാൽ കൈറോ, ഈജിപ്തിലെ കൈറോ. അപ്പോൾ അൽ കാഹിറത്തു മുബ്തദഉൻ മർഫൂൻ, മദീനത്തുൻ ഖബറുൻ മർഫൂൻ. മദീനത്ത് സ്ത്രീലിംഗ പദമാണ്, താ കണ്ടോ, മദീനത്തുൻ. അപ്പോൾ കബീർ എന്ന് പറയാൻ പറ്റുമോ, ഇല്ല, കബീറത്തുൻ. ഓക്കെ. അപ്പോൾ അന്നാത്ത് യത്ബഉൽ മന്നൂത്ത്, മദീനത്ത് മുഅന്നസായതുകൊണ്ട് കബീറത്തുനും മുഅന്നസായി. അതിന് നേരെ തൊട്ട് മുകളിൽ നോക്കൂ, ബിലാലുൻ മുഹന്ദിസുൻ കബീറുൻ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ബിലാൽ പുല്ലിംഗായതുകൊണ്ട് മുഹന്ദിസുൻ പുല്ലിംഗായി, കബീറിനും പുല്ലിംഗായി. പക്ഷെ ഇവിടെ മദീനത്ത് സ്ത്രീലിംഗായതുകൊണ്ട് കബീറത്തുനും സ്ത്രീലിംഗായി. മുകളിൽ കബീറെന്ന് പറഞ്ഞപ്പം ഇവിടെ കബീറത്തുൻ പറഞ്ഞു. കാരണം മുദക്കറാവും മുദക്കർ, മുഅന്നസ് ആകുമ്പം മുഅന്നസ്. അൽഹംദുലില്ലാ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് അന്ത മുദർരിസുൻ ഖദീമുൻ, നീ പഴയ വിദ്യാർത്ഥിയാണോ. ല അന മുദർരിസുൻ ജദീദുൻ, അല്ല ഞാൻ പുതിയ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഖദീമുനാണ് നാത്ത്, മുദർരിസുൻ മന്നൂത്ത്. ജദീദ് അതിൻ്റെ ഉത്തരം ല അന മുദർരിസുൻ ജദീദുൻ, ജദീദുനാണ് നാത്ത്, മുദർരിസുൻ മന്നൂത്ത്. ഹാമിദുൻ താലിബുൻ കസ്ലാനു, മടിയനായ വിദ്യാർത്ഥിയാണോ ഹാമിദ്. അപ്പോൾ വിദ്യാർത്ഥിനെ വിശേഷിപ്പിക്കുന്നത് എന്താ, കസ്ലാനു. അപ്പോൾ കസ്ലാനു നമ്മൾ പിന്നെ പഠിക്കും, തൻവീൻ ഇല്ലാത്ത ഒരു ഇസ്മാണ്. ഓക്കെ. അപ്പോൾ കസ്ലാനു മടിയനായ വിദ്യാർത്ഥി. ല ഹുവ താലിബുൻ മുജ്തഹിദുൻ, അതിന് ഉത്തരം എന്താ, ല ഹുവ താലിബുൻ മുജ്തഹിദുൻ. ല ഹർഫു നഫി, ഹുവ മുബ്തദഉൻ മർഫൂൻ, താലിബുൻ ഖബറുൻ മർഫൂൻ, മുജ്തഹിദുൻ നാത്ത്. അപ്പോൾ താലിബുൻ മന്നൂത്ത്. അപ്പോൾ താലിബുൻ മുസക്കർ, മുജ്തഹിദുൻ മുസക്കർ. മുസ്തഹിദത്തു എന്ന് പറയാൻ പാടില്ല. അവിടെ താലിബത്തു എന്നായിരുന്നെങ്കിൽ മുസ്തഹിദത്തു എന്ന് പറയണം. താലിബുൻ ഏകവചനം, മുസ്തഹിദുൻ ഏകവചനം. താലിബുൻ മർഫു, മുസ്തഹിദുൻ മർഫു. എന്തുകൊണ്ട് താലിബുൻ മർഫു ആയി, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ മർഫു ആണ്. പിന്നെ താലിബുൻ നക്കീറ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കീറയാണ്. അപ്പോൾ അലിഫ്ലാം ഇടൂല. അപ്പോൾ മുസ്തഹിദിനും അലിഫ്ലാം ഇടൂല. ബാറക്കല്ലാഹു ഫീക്കും.